Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic money market, specifically the definition and features of money market from the subject Financial Services for BBA Semester 3 students of the Kerala University. Now let us discuss about money market. The money market deals with near substitutions for money or near money like trade bills, promissory notes and government papers drawn for a short period not exceeding 1 year. ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള ചില നിയർ മണി ഇൻസ്ട്രുമെൻറ്റ്സ് ആയ ട്രേഡ് ബിൽസ്, പ്രോമിസറി നോട്ട്സ്, ഗവൺമെൻറ് പേപ്പേഴ്സ് മുതലായ നിയർ മണി ഇൻസ്ട്രുമെൻസിൽ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് മണി മാർക്കറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ നിയർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഫോർ മണി അല്ലെങ്കിൽ നിയർ മണി എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കണം. നിയർ മണി എന്ന് പറയുമ്പോൾ പൈസയല്ല, ക്യാഷ് അല്ല, എന്നാൽ ക്യാഷിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പകരമായിട്ട് ഉള്ള ചില ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻസിനെ പെട്ടെന്ന് നമുക്ക് ഒരു ഷോർട്ട് പീരീഡിൽ ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കും. എന്ന് വെച്ചാൽ അത് കൈവശം ഇരിക്കുന്ന ആൾക്ക് ലിക്വിഡിറ്റി ഉണ്ടെന്ന് അർത്ഥം, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ നിയർ മണി അല്ലെങ്കിൽ നിയർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഫോർ മണി എന്ന് പറയുന്നത്. ആ വാക്കിൽ തന്നെ ഉണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടാണ്, പൈസയ്ക്ക് പകരമാണ്, പൈസ പോലുള്ളൊരു ഉപയോഗം ലഭിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കാലാവധി, ഇത്തരം പേപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇത്തരം ഇൻസ്ട്രുമെൻസിൻ്റെ കാലാവധി ഒരു വർഷത്തിൽ താഴെ ആയിരിക്കും, ഷോർട്ട് ടേം ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ നോക്കിയത്, ട്രേഡ് ബിൽസ് എന്ന് പറയും. ഇതൊരു നിയർ മണിയാണ്. ട്രേഡ് ബിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ബിൽസ്, ഉദാഹരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് നടക്കുമ്പോൾ വരുന്നൊരു ട്രേഡ് ബില്ലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പൈസയാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു ബില്ലാണ്. പ്രോമിസറി നോട്ട്, കടം മേടിക്കുന്നവർ ഇത്രാം തീയതി ആ പൈസ തിരിച്ച് നൽകിക്കൊള്ളാമെന്ന് എഴുതി നൽകുന്ന ഉറപ്പിനാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ തീയതി ആകുമ്പോൾ അതിനെ ക്യാഷാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നിയർ മണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ് പേപ്പേഴ്സ്, ചില ട്രഷറി ബിൽസ്, ഒരു ഉദാഹരണം ട്രഷറി ബിൽസൊക്കെ, ഇതൊക്കെ നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ ക്യാഷാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്യാഷാക്കി പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന, ക്യാഷ് അല്ല എന്നാൽ ക്യാഷിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇൻസ്ട്രുമെൻസിനെയാണ് നിയർ മണി അല്ലെങ്കിൽ നിയർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നിയർ മണിയിൽ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെക്കാനിസം which makes it possible for borrowers and lenders who meet together to deal in short-term funds. It does not refer a particular place where short-term funds are dealt with. അപ്പോൾ ഈ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീല് ചെയ്യാൻ, ഹ്രസ്വകാലത്തേക്കുള്ള ചില ഫണ്ട്സിൽ, ഹ്രസ്വകാലം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ സേ ബിലോ 1 year, അത്തരത്തിലുള്ള ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീൽ ചെയ്യുന്നതിന് ബോറോവേഴ്സിനെയും ലെൻഡേഴ്സിനെയും, കടം എടുക്കുന്നവരെയും കടം കൊടുക്കുന്നവരെയും അവർക്ക് ഒരുക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു മെക്കാനിസമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇതൊരു പ്രത്യേക സ്ഥലത്തെ അല്ല ഇത് ഡിനോട്ട് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ല ഇത്, ഒരു പ്രത്യേക സ്ഥലം. ഈ ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥലത്തെ അല്ല നമ്മൾ മണി മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ബോറോവേഴ്സിനും ലെൻഡേഴ്സിനും ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീൽ ചെയ്യാൻ ഒരവസരം ഒരുക്കുന്നു, അതിനുള്ളൊരു സംവിധാനമുണ്ട്, മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള സാധനങ്ങൾ, പ്രോഡക്ട്സ് വിറ്റഴിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം, ആ പർട്ടിക്കുലർ പ്ലേസിലാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു പ്രത്യേക സ്ഥലമല്ല, മറിച്ച് ബോറോവേഴ്സിനും ലെൻഡേഴ്സിനും ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീൽ ചെയ്യാൻ അവസരം ഒരുക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ഡീലിംഗ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. ഇറ്റ് മീറ്റ്സ് ദ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ബോറോവേഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ഓർ ക്യാഷ് ടു ലെൻഡേഴ്സ്. അപ്പോൾ ഈ മണി മാർക്കറ്റിൽ വ്യക്തികളുണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങളുണ്ട്, ആൻഡ് ഇൻ്റർമീഡിയറീസ് മധ്യവർത്തികളുണ്ട്, എന്ന് വെച്ചാൽ ഇടനിലക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേരുന്നതാണ്
മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻ്റർമീഡിയറ്റ്സും എല്ലാം ഡീൽ ചെയ്യുന്നത് പക്ഷേ ഷോർട്ട് ടേം ഫണ്ട്സിലാണെന്ന് മാത്രം. മനസ്സിലായി? ഹ്രസ്വകാലത്തേക്കായിട്ടുള്ള ഫണ്ട്സിലാണ് ഇവർ എല്ലാവരും ഡീൽ ചെയ്യുന്നത്. മാത്രമല്ല ഇത് ബോറോവേഴ്സിൻ്റെ, കടമെടുക്കുന്നവരുടെ ഷോർട്ട് ടേം മണി റിക്വയർമെൻറ്റ്സിനെ ഇത് മീറ്റ് ചെയ്യുന്നു. എന്താണ് ഈ ഷോർട്ട് ടേം മണി റിക്വയർമെൻറ്റ്സ്? ചിലപ്പോൾ ചില ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ചില സ്ഥാപനങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ചത്തേക്കായിരിക്കും പൈസ കടം വേണ്ടത്, അല്ലെ ഒരു ദിവസത്തേക്കായിരിക്കും, അല്ലെ 3 മാസത്തേക്കായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 1 വർഷത്തിന് താഴെയുള്ളൊരു കാലാവധിക്കായിരിക്കും പൈസ ആവശ്യമുള്ളത്. അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഷോർട്ട് ടേം ബോറോയിങ് റിക്വയർമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോറോവേഴ്സിന് ലിക്വിഡിറ്റി നൽകും. മനസ്സിലാവുന്നുണ്ട്? ഈ ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീൽ ചെയ്യുന്നതിലൂടെ, മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നതിലൂടെ ക്യാഷ് കൊടുക്കുന്ന ലെൻഡേഴ്സിന് ലിക്വിഡിറ്റി ഉണ്ട്. കാരണം പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ സാധിക്കും. ഇവർ കടം കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ആ കടം തിരിച്ചു കിട്ടും. അപ്പോൾ ലോങ് ടേം ബോറോയിങ് വന്നു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമേ അത് നമുക്ക് വീണ്ടും നമ്മൾ കൊടുത്ത ക്യാഷ് തിരികെ ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ക്യാഷാക്കി പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബോറോവേഴ്സിന് അവരുടെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ്, മണി റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാനും സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ലെൻഡേഴ്സിന്, ഈ കടം കൊടുക്കുന്നവർക്ക് ലിക്വിഡിറ്റി നൽകുന്നു. അപ്പോൾ നമ്മൾ മണി മാർക്കറ്റിലെല്ലാം ഡീൽ ചെയ്യുന്ന ഷോർട്ട് ടേം ഫണ്ട്സ് ആണ്, ബിലോ 1 ഇയർ ആണ്. അപ്പോൾ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 1 വർഷത്തിനുള്ളിൽ പണം തിരികെ ലഭിക്കും, ക്യാഷാക്കി വീണ്ടും മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവർക്ക് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മണി മാർക്കറ്റിൽ മനസ്സിലാക്കുന്നത്. ഞാൻ ചുരുക്കി എന്ന് പറയാം. ഇപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് നിയർ മണി അഥവാ നിയർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഓഫ് മണി ആയ ട്രേഡ് ബിൽസ്, പ്രോമിസറി നോട്ട്സ്, ഗവൺമെൻറ് പേപ്പേഴ്സ് ഇവയിൽ ഡീൽ ചെയ്യുന്ന, ഏറെ പ്രത്യേകിച്ച് 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള ഇത്തരം നിയർ മണി ഇൻസ്ട്രുമെൻറ്റ്സിൽ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ഈ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലമല്ല, പിന്നെന്താണ്, ഇത് ബോറോവേഴ്സിനും ലെൻഡേഴ്സിന് ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീൽ ചെയ്യാൻ അവസരമൊരുക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇൻ്റർമീഡിയറീസ് ഉണ്ട്. ഇവരെല്ലാം ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീൽ ചെയ്യുന്നവരെല്ലാവരും മണി മാർക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മണി മാർക്കറ്റ് ബോറോവേഴ്സിൻ്റെ ഷോർട്ട് ടേം മണി റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലെൻഡേഴ്സിന്, കടം കൊടുക്കുന്നവർക്ക് അവർക്ക് ലിക്വിഡിറ്റി കൂടി നൽകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുത്ത പണം വളരെ വേഗത്തിൽ തന്നെ ക്യാഷായി തിരികെ ലഭിക്കാനുള്ളൊരു അവസരം ലഭിക്കുന്നു. ഇത്രയാണ് മണി മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Let us see the definition of money market. First definition is, according to Madden and Nadler, a money market is a mechanism through which short-term funds are loaned and borrowed, and through which a large part of the financial transaction of a particular country or of the world are cleared. ആദ്യത്തെ ഡെഫിനിഷനിൽ പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട്സ് ലോൺ ചെയ്യുന്നത്, ബോറോ ചെയ്യുന്ന, ലോൺ ചെയ്യാന്ന് വെച്ചാൽ കടം കൊടുക്കുന്നതും കടം മേടിക്കുന്നതുമായിട്ടുള്ള ഒരു സംവിധാനമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ഫണ്ട്സ്, ഹ്രസ്വകാലത്തേക്കായിട്ടുള്ള കുറച്ച് ഫണ്ട്സ് കടം കൊടുക്കുകയും കടം വാങ്ങുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് മണി മാർക്കറ്റ് എന്ന് ആദ്യത്തെ ഡെഫിനിഷനിൽ പറയുന്നത്. മാത്രമല്ല ഈ കടം കൊടുക്കലിലൂടെയും കടം വാങ്ങലിലൂടെയും ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ തന്നെ ഭൂരിഭാഗം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, സാമ്പത്തികമായ ഇടപാടുകളും സാധ്യമാകുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ആദ്യത്തെ ഡെഫിനിഷനിൽ ഇതാണ് പറയുന്നത്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട്സ് ബോറോ ചെയ്യുകയും ലെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ലോൺ ചെയ്യുകയും കടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ തന്നെ ഒരു രാജ്യത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ തന്നെ ഭൂരിഭാഗം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, സാമ്പത്തികമായ ഇടപാടുകളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് മണി മാർക്കറ്റ് എന്ന് ആദ്യത്തെ ഡെഫിനിഷനിൽ പറയുന്നത്. The second definition is given by the Reserve Bank of India. The Reserve Bank of India defines money market as the center for dealing mainly of short-term character in monetary assets. It meets the short-term requirements of borrowers and provides liquidity or cash to the lenders. ഇവിടെ ശ്രദ്ധിച്ച്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത്, മണി മാർക്കറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് ഷോർട്ട് ടേം ക്യാരക്ടറുള്ള, ഹ്രസ്വകാലത്തേക്കുള്ള അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാരക്ടറുള്ള മോണിറ്ററി അസറ്റ്സിൽ
ഡീൽ ചെയ്യുന്ന ഒരു കേന്ദ്രം, ഒരു സെൻറ്ററാണ് മണി മാർക്കറ്റ്. ഇത് റിസർവ് ബാങ്ക് പറയുന്ന കാര്യമാണ്. ഇനി ഈ മണി മാർക്കറ്റ് ഇറ്റ് മീറ്റ്സ് ദ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ബോറോവേഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ഓർ ക്യാഷ് ടു ദ ലെൻഡേഴ്സ്. മാത്രമല്ല ഈ മണി മാർക്കറ്റ് കടമെടുക്കുന്നവർക്ക്, ബോറോവേഴ്സിന് അവരുടെ ഹ്രസ്വകാല ആവശ്യങ്ങൾ, അതായത് പൈസയ്ക്കുള്ള ഹ്രസ്വകാല ആവശ്യങ്ങൾ, ചുരുങ്ങിയ കാലങ്ങളിലേക്കുള്ള അവരുടെ ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലെൻഡ് ചെയ്യുന്ന കടം കൊടുക്കുന്നവർക്ക് ലിക്വിഡിറ്റി അഥവാ ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ റിസർവ് ബാങ്ക് പറയുന്നത് എന്താണ്? ഷോർട്ട് ടേം ക്യാരക്ടറുള്ള മോണിറ്ററി അസറ്റ്സിൽ ഡീൽ ചെയ്യുന്ന ഒരു സെൻറ്ററാണ് മണി മാർക്കറ്റ് എന്നും, ഈ മണി മാർക്കറ്റ് ബോറോവേഴ്സിൻ്റെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നെന്നും, അതോടൊപ്പം തന്നെ ലെൻഡേഴ്സിന് കടം കൊടുക്കുന്നവർക്ക് അവർക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മണി മാർക്കറ്റ്. ഇതാണ് രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത്. Now let us discuss the features of a money market. The first feature is it is a market for short-term funds or financial assets called near money. നിയർ മണി എന്ന് വിളിക്കുന്ന ഫിനാൻഷ്യൽ അസറ്റ്സിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട്സിൽ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഷോർട്ട് ടേം ഫണ്ട്സിലാണ് ഡീൽ ചെയ്യുന്നത്. ഏറെ പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ താഴെയുള്ള ഫണ്ട്സിലാണ് മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അസറ്റ്സ് നിയർ മണി എന്ന് പറഞ്ഞാൽ പൈസയല്ല, പൈസയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സിൽ, അതാണ് നിയർ മണി എന്ന് പറയുന്നത്. അത്തരത്തിൽ ഉള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് അഥവാ നിയർ മണിയിൽ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫീച്ചർ, ഇറ്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ അസറ്റ്സ് ഹാവിങ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 1 year. മണി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് എപ്പോഴും മെച്യൂരിറ്റി പീരീഡ് 1 വർഷം മാത്രമുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിലാണ്. 1 വർഷമോ അതിൽ താഴെയുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിൽ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. തേർഡ് ഫീച്ചർ, the borrowers will get fund for period varying from a day, a week, a month, 3 to 6 months, etc. ഇവിടെ മണി മാർക്കറ്റിൽ കടം എടുക്കുന്നവർക്ക്, ബോറോവേഴ്സിന് പൈസ ഒരു ദിവസത്തേക്ക് കിട്ടാം, ഒരാഴ്ചത്തേക്ക്, ഒരു മാസത്തേക്ക്, 3 മുതൽ 6 മാസം വരെ, ചുരുക്കി പറഞ്ഞാൽ 1 വർഷത്തെ താഴെ കാലാവധിയുള്ള ഏതൊരു കാലയളവിലേക്കും പൈസ കടം ലഭിക്കും. അപ്പോൾ 1 ദിവസത്തേക്ക് മതി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു ദിവസത്തേക്കും കടം കൊടുക്കും. ഒരാഴ്ചത്തേക്ക് മതി എന്ന് പറഞ്ഞാലും കൊടുക്കും. അങ്ങനെ 1 വർഷത്തിന് ഇടയിലുള്ള ഏതൊരു കാലാവധിക്കും കടം ലഭിക്കുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ഇതാണ് മണി മാർക്കറ്റിൻ്റെ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഫോർത്ത് ഫീച്ചർ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മാർക്കറ്റ് ഫോർ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് കോൾ മണി, നോട്ടീസ് മണി, റിപ്പോസ്, ടേം മണി, treasury bills, commercial bills, certificate of deposits, commercial papers, interbank participation certificates, intercorporate deposits, swaps, bills of exchange, treasury bills, etc. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ വായിച്ചതായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ എല്ലാം ഒരു കളക്ഷൻ, ഒരു കൂട്ടായ്മയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഏറെ പ്രത്യേകിച്ച് ഷോർട്ട് ടേം ഫണ്ട്സ് ആണെന്ന് മാത്രം. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഡീൽ ചെയ്യുന്ന ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പേരുകളാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇതിൽ പല ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചും നമുക്കിനി വരും ലെക്ചേഴ്സിൽ കൂടുതലായിട്ട് വിശദമായിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് ഓരോന്നിനെക്കുറിച്ചും എടുത്ത് പറയുന്നില്ല. തൽക്കാലം ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇത്തരം ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ, നമ്മളിവിടെ വായിച്ചു കേട്ടതായിട്ടുള്ള ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഡീൽ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ഈ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ എല്ലാം ഒരു കളക്ഷനാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ഫീച്ചർ, money market consists of several sub-markets such as call money market, trade bills market, etc. These sub-markets have close interrelationship and free movement of funds from one sub-market to another. അഞ്ചാമത്തെ ഫീച്ചറിൽ പറയുന്നത് ഈ മണി മാർക്കറ്റിനകത്ത് വീണ്ടും ചില സബ് മാർക്കറ്റ്സ് ഉണ്ട്.
ഉപമാർക്കറ്റുകളുണ്ട്. അതായത് കോൾ മണി മാർക്കറ്റ്, ട്രേഡ് ബിൽസ് മാർക്കറ്റ് മുതലായവയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സബ് മാർക്കറ്റ്സിനും ഓരോന്നിനും ഇടയിൽ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്, വളരെ അടുത്തൊരു ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഈ സബ് മാർക്കറ്റ്സിൽ ഇപ്പോൾ ഒരു കോൾ മണി മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ബിൽസ് മാർക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ട്രേഡ് ബിൽസ് മാർക്കറ്റിൽ നിന്ന് കോൾ മണി മാർക്കറ്റിലേക്ക് ഫണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മണി മാർക്കറ്റിലെ സബ് മാർക്കറ്റ്സ് ആണ് കോൾ മണി മാർക്കറ്റും ട്രേഡ് ബിൽസ് മാർക്കറ്റും ഒക്കെ. അപ്പോൾ ഈ കോൾ മണി മാർക്കറ്റിലും ട്രേഡ് ബിൽസ് മാർക്കറ്റിലും ഒക്കെ പരസ്പരം ഫണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഫണ്ടിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇതാണ് മണി മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. മണി മാർക്കറ്റിൽ സബ് മാർക്കറ്റ്സ് ഉണ്ട്. ആ സബ് മാർക്കറ്റ്സിലിടയിലും ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. കോൾ മണി മാർക്കറ്റിനെ കുറിച്ചും ട്രേഡ് ബിൽസ് മാർക്കറ്റിനെ കുറിച്ചും വിശദമായിട്ട് ഇനിയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പേരുകൾ മാത്രം മനസ്സിലാക്കിയിരിക്കുക. വരുന്ന ലെക്ചേഴ്സിൽ കോൾ മണി മാർക്കറ്റിനെ കുറിച്ചും ട്രേഡ് ബിൽസ് മാർക്കറ്റിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സിക്സ്ത് ഫീച്ചർ, ദ ബോറോവേഴ്സ് ഇൻ ദ മണി മാർക്കറ്റ് ആർ ട്രേഡേഴ്സ്, മാനുഫാക്ചറേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ഈവൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മണി മാർക്കറ്റിന് ആറാമത്തെ പ്രത്യേകതയിൽ പറയുന്നത്, ഈ മണി മാർക്കറ്റിലെ ബോറോവേഴ്സ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ആകാം, വ്യാപാരികളാകാം, മാനുഫാക്ചറേഴ്സ് ഉൽപ്പാദകരോ നിർമ്മാതാക്കളോ ഒക്കെ ഉണ്ടാകാം. അതേപോലെ തന്നെ സ്പെക്കുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഊഹക്കച്ചവടക്കാരെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഷെയർസിലും ഒക്കെ ഡീൽ ചെയ്യുന്നവരൊക്കെ ഊഹക്കച്ചവടക്കാരാണ്, സ്പെക്കുലേറ്റേഴ്സാണ്. അപ്പോൾ സ്പെക്കുലേറ്റേഴ്സ് ഉണ്ടാകാം. ഈവൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സർക്കാർ സ്ഥാപനങ്ങൾ വരെ ഉണ്ടാകാം. അപ്പോൾ മണി മാർക്കറ്റിലെ ബോറോവേഴ്സ് എന്ന് പറയുന്ന ട്രേഡേഴ്സ്, മാനുഫാക്ചേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവയൊക്കെയാണ്. സെവൻത് ഫീച്ചർ, it does not refer a particular place where borrowers and lenders meet each other. ഏഴാമത്തെ ഫീച്ചറിൽ പറയുന്നത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ബോറോവേഴ്സും ലെൻഡേഴ്സ്, കടം മേടിക്കുന്നവരും കടം കൊടുക്കുന്നവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്തെ അല്ല മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അത്തരത്തിലുള്ളൊരു സ്ഥലത്തെ അല്ല മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മറിച്ച് ഇവർക്ക് അവസരമൊരുക്കുന്ന, ഈ കടം കൊടുക്കാനും കടം വാങ്ങാനും ഒക്കെ അവസരമൊരുക്കുന്ന ഒരു സംവിധാനത്തെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫീച്ചറായിട്ട് പറയുന്നത് അത്തരത്തിലൊരു പർട്ടിക്കുലർ പ്ലേസിനെ അല്ല മണി മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബോറോവേഴ്സും ലെൻഡേഴ്സും മീറ്റ് ചെയ്യുന്ന പ്ലേസിനെ അല്ല മണി മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എയ്ത്ത് ഫീച്ചർ, ട്രാൻസാക്ഷൻസ് ക്യാൻ ബി ക്യാരിഡ് ത്രൂ ഓറൽ ഓർ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻസ്. ദ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് സബ്സിക്വൻ്റ്ലി. മണി മാർക്കറ്റിൻ്റെ മറ്റൊരു ഫീച്ചർ അഥവാ പ്രത്യേകത എന്ന് പറയുന്നത്, ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് നമുക്ക് ഓറലായിട്ട്, വാക്കാലോ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻസിലൂടെ, ടെലിഫോൺ മുഖാന്തരമായിട്ടുള്ള ചില ആശയവിനിമയത്തിലൂടെ നടത്താവുന്നതാണ് ട്രാൻസാക്ഷൻസ്. പിന്നെ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, രേഖകളും റിട്ടേൺ കമ്മ്യൂണിക്കേഷനും ഒക്കെ നമുക്ക് പിന്നീട് സബ്സിക്വൻ്റ് ആയിട്ട്, ഈ ടെലിഫോണിക് കോൺവെർസേഷനോ അല്ലെങ്കിൽ ഓറൽ കോൺവെർസേഷനിലൂടെ ട്രാൻസാക്ഷൻ നടത്തിയതിന് ശേഷം പിന്നീട് ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷനൊക്കെ കൈമാറാവുന്നതാണ്. അത്തരം ഒരു സൗകര്യം മണി മാർക്കറ്റിൽ ഉണ്ട്. നയൻത് ഫീച്ചർ, ദ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് മണി മാർക്കറ്റ്സ് ആർ ദ സെൻട്രൽ ബാങ്ക്, കമേഴ്ഷ്യൽ. നയൻത് ഫീച്ചർ, ദ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് മണി മാർക്കറ്റ്സ് ആർ ദ സെൻട്രൽ ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിസ്കൗണ്ട് ഹൗസസ് ആൻഡ് അക്സെപ്റ്റൻസ് ഹൗസസ്. ഇപ്പോൾ ഒമ്പതാമത്തെ ഫീച്ചറിൽ പറയുന്നത്, മണി മാർക്കറ്റിലെ കമ്പോണൻസ്, ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഉണ്ട്, കമേഴ്ഷ്യൽ ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകളുണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ബാങ്കിങ് പ്രവർത്തനങ്ങൾ ഇല്ലാത്ത നോൺ ബാങ്കിങ് ആയിട്ടുള്ള മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഹൗസസ് ഉണ്ട്, അക്സെപ്റ്റൻസ് ഹൗസസ് ഉണ്ട്. ഡിസ്കൗണ്ട് ഹൗസസ് എന്ന് പറയുന്നത് ഈ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനികളെയാണ് ഡിസ്കൗണ്ട് ഹൗസസ് എന്ന് പറയുന്നത്. അക്സെപ്റ്റൻസ് ഹൗസ് എന്ന് പറഞ്ഞാലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയും അതിനകത്ത് ഡീൽ ചെയ്യുകയും ചെയ്യുന്ന കമ്പനികളെയാണ് അക്സെപ്റ്റൻസ് ഹൗസ് എന്ന്, ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അക്സെപ്റ്റൻസ് ഹൗസ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതൊരു പ്രോമിസറി നോട്ട് പോലെ തന്നെയാണ്. നമ്മൾ അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്ന ആൾക്ക്
ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ പേയ്മെൻറ്റ് നടത്താനുള്ളൊരു ഓർഡറാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് ഇനി വീണ്ടും പഠിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് മണി മാർക്കറ്റിൽ ഉള്ള കമ്പോണൻറ്റ്സ്, ഘടകങ്ങൾ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിസ്കൗണ്ട് ഹൗസസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഹൗസസ്. 10th feature, it does not deal in money but in short-term financial instruments or near money assets. 10th ഫീച്ചറിൽ പറയുന്നത് മണി മാർക്കറ്റ് ഒരിക്കലും മണിയുമായിട്ട് ഡീൽ ചെയ്യുന്നില്ല, പൈസയെ ഡീൽ ചെയ്യുന്നില്ല. പക്ഷേ പൈസയ്ക്ക് നിയർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, നിയർ മണി അസറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ചു. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, പെട്ടെന്ന് പൈസയാക്കി മാറ്റാൻ സാധിക്കുന്ന ചില നിയർ മണി അസറ്റ്സ് ഉണ്ട്. ആ നിയർ മണി അസറ്റ്സിൽ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ഒരിക്കലും പൈസ ആയിട്ട് ഡീൽ ചെയ്യുന്നില്ല, ക്യാഷ് ഡീലിങ്സ് മണി മാർക്കറ്റിൽ ഇല്ല. 11th feature, it is a need based market wherein the demand and supply of money shape the market. ഈ മണി മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നീഡ് ബേസ്ഡ് മാർക്കറ്റാണ്. ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മാർക്കറ്റാണ്. ആവശ്യമുണ്ടോ ഈ മാർക്കറ്റും ഉണ്ട്. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി ഷേപ്പ് ദ മാർക്കറ്റ്. പൈസയ്ക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ, ഇനി അത് സപ്ലൈ ചെയ്യാൻ അത്രയും പൈസ ഉണ്ടെങ്കിൽ ഈ മാർക്കറ്റുണ്ട്, അല്ലെങ്കിൽ ഈ മാർക്കറ്റില്ല. പൈസ ഇല്ലെങ്കിൽ ഈ മാർക്കറ്റിൻ്റെ പ്രവർത്തനം വളരെ മന്ദീഭവിച്ചു പോകും. പക്ഷേ പൈസയ്ക്ക് ആൾക്കാർ ആവശ്യപ്പെടുക, ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സ് ഒത്തിരി ഉണ്ടെങ്കിൽ മണി മാർക്കറ്റ് വിപുലമാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നീഡ് ബേസ്ഡ് മാർക്കറ്റാണ്. ഇപ്പോൾ പൈസയ്ക്ക് ആർക്കും ആവശ്യമില്ല, ബിസിനസ്സുകാരും പൈസ എടുക്കുന്നില്ല എങ്കിൽ മണി മാർക്കറ്റ് വളരെ ചുരുങ്ങിപ്പോവും. ഇനി പൈസയ്ക്ക് ആവശ്യമുണ്ട്, സപ്ലൈ ചെയ്യാനുള്ള ഫണ്ട് ഇതിനകത്ത് ലെൻഡേഴ്സിന് ഇല്ല എങ്കിൽ അപ്പോഴും മണി മാർക്കറ്റിൻ്റെ സ്ഥിതി താഴെ പോകും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു നീഡ് ബേസ്ഡ് മാർക്കറ്റാണ്. പൈസയ്ക്ക് ആവശ്യമുണ്ട്, അത് കൊടുക്കാനും പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണി മാർക്കറ്റ് വളരെ വിപുലമായിട്ട് ഉണ്ടാവും. ഇതാണ് അവസാനത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. Here are the assignment questions for you. First question, define money market. Second question, state any 4 features of money market. I hope all of you have understood the definition and features of money market quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.